ഗ്രഹണി ആസ്മയൊക്കെ ഉള്ള പിള്ളേര് പതിവായിരിക്കുന്നതിലും 10 അടി തള്ളിയിരുന്നോണം പൊട്ടിപ്പാറുന്ന അടിയാ നടക്കാൻ പോകുന്നു. കേരളത്തിലെ സംഘികൾക്കും സംഘികളെന്ന് തുറന്നു സമ്മതിക്കാൻ നാണമുള്ള ചില എക്സ് മുസ്ലിങ്ങൾക്കും എസൻസുകാർക്കും മനസ്സിലാകാത്തൊരു കാര്യമുണ്ട്. പാലസ്തീനോടും ഇറാനോടുമുള്ള മലയാളി മനസ്സിന്റെ അടുപ്പം അത് മതപരമല്ല, അത് സാമ്രാജ്യത്വ വിരുദ്ധ ബോധമാണ്. ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനെതിരെ പോരാടിയ കോൺഗ്രസും അതിന്റെ ആഗോള മാനങ്ങൾ കണ്ട് ഫാസിസ്റ്റ് സാമ്രാജ്യത്വ പ്രവണതകൾക്കെതിരെ പൊരുതിയ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളുമാണ് നമ്മുടെ നാടിനൊരു സാമ്രാജ്യത്വ വിരുദ്ധ മനസ്സ് നൽകിയത്. അത് മനസ്സിലാവണമെങ്കിൽ മനുഷ്യനാകണം, സംഖ്യയായ പറ്റില്ല. കളി പഠിച്ചിട്ട് വന്നിരിക്കുകയാണല്ലേ. ഡോഗിന്റെ മോനെ ആരിഫ് ഹുസൈനെ, നിങ്ങൾ മുസ്ലിം സമുദായത്തിൽ ജനിച്ചിട്ടുണ്ടാകാം. അവിടെ നിന്ന് നിങ്ങൾക്ക് വ്യക്തിപരമായി പല ദുരനുഭവങ്ങൾ നേരിട്ടിട്ടുണ്ടാകാം. എന്ന് വെച്ച് ഈ ലോകത്തെ മുഴുവൻ ആളുകളുടെയും മേലേക്ക് ആ വെറുപ്പിന്റെ രാഷ്ട്രീയം വിസർജിക്കുന്നത് എന്ത് നീതിയാണ്? എത്രയോ കാലമായി ഈ ഡോഗിന്റെ മോൻ എന്റെ പിന്നാലെ നടന്ന് എന്നെ പച്ച തോന്നിയാസം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളും കാണുന്നുണ്ടാവും. വഴിയിൽ കിടന്ന് കുരയ്ക്കുന്ന പട്ടികളെ അവഗണിച്ചു തന്നെയാണ് ശീലം. പക്ഷെ പേപ്പട്ടിയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മളെ വിടാതെ പിന്തുടർന്നാൽ എന്തു ചെയ്യും? സെക്ഷലി കളേർഡ് റിമാർക്സ് സ്ത്രീകൾക്കെതിരെ നടത്തുന്നത് ക്രിമിനൽ കുറ്റമാണ്. ഈ ഡോഗ് എന്നെ ദേവദാസി എന്നാണ് വിളിക്കുന്നത്, ദേവദാസി. കൂടെ അവന്റെ കൂടെ കുരയ്ക്കുന്ന ബാക്കി നായ്ക്കളും അത് ആവർത്തിച്ച് എന്നെ റിപ്പീറ്റ് ചെയ്ത് വിളിക്കുകയാണ്. സുനിതയെ ഇപ്പോ സോഷ്യൽ മീഡിയയിൽ കാണാനില്ലല്ലോ. സുനിത എവിടെയാ പോകുന്നത്? നിങ്ങൾ പലരും എനിക്ക് മെസ്സേജ് അയക്കാറില്ലേ, ഇമെയിൽ അയക്കാറില്ലേ? ഇതാണ് കാരണം. ഈ ഡോഗിന്റെ മോൻ എന്റെ പിന്നാലെ നടന്ന് അശ്ലീലം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ചാൻസ് കിട്ടുമ്പോഴൊക്കെ നിങ്ങൾക്ക് പോയി നോക്കിയാൽ കാണാം. ഇവിടുത്തെ നിയമം ഇങ്ങനെയാണ്. ഇവിടെ സ്ത്രീകളെ ആർക്കും എന്തും പറയാം, ഒരു നിയമ നടപടിയും ഉണ്ടാവില്ല, നിയന്ത്രണങ്ങളില്ല. ഉണ്ടെങ്കിൽ ഇത്രയ്ക്ക് പച്ചയ്ക്ക് സ്ത്രീകളെ അശ്ലീലം പറയുന്നവർക്ക് എന്തെങ്കിലും ഒരു നടപടി ഉണ്ടാവില്ലേ? ഞാൻ ചെയ്ത കുറ്റം എന്താണ്? ഇന്നലെ അയത്തുള്ള അലി ഖമനെ സാമ്രാജ്യത്വ ഭീകരരാൽ കൊല ചെയ്യപ്പെട്ടപ്പോ അതിലൊരു വീഡിയോ ചെയ്തു. അതിൽ ഈ ഡോഗിന്റെ മോനെ കുറിച്ച് ഒരു പരാമർശവും ഇല്ല. പക്ഷെ ഖമനയെ രക്തസാക്ഷി എന്നും സാമ്രാജ്യത്വ വിരുദ്ധ പോരാളി എന്നും ഞാൻ വിശേഷിപ്പിച്ചു. അത് ഈ ഡോഗിന്റെ മക്കൾക്ക് ഇഷ്ടപ്പെട്ടില്ല. അതിന് ഈ ഡോഗിന്റെ മക്കൾക്ക് എന്നെ വിമർശിക്കാം, ഓക്കെ, അതൊക്കെ ജനാധിപത്യ പരമാണ്. പക്ഷെ ദേവദാസി എന്ന് വിളിക്കുന്നത് എവിടുത്തെ അഭിപ്രായ സ്വാതന്ത്ര്യമാണ്? എന്ത് തരം സ്വതന്ത്ര ചിന്തയാണ് സ്ത്രീകളെ അശ്ലീലം പറയാൻ ഇവരെ പ്രേരിപ്പിക്കുന്നത്? വായിലുകൊണ്ട് പച്ചവെള്ളം പോലും മരുന്നാക്കി വെക്കുന്നവനല്ലേ നീ? രാജ്യത്ത് ചെന്ന് അവിടുത്തെ 86-കാരനായ പരമാധികാരിയായ ഭരണാധികാരിയെ കൊല വിളിക്കുന്ന രാഷ്ട്രീയത്തിൽ ഞാൻ വിശ്വസിക്കുന്നില്ല. ഞാനത് പറയും. ഏത് ഡോഗിന്റെ മോൻ വന്ന് അശ്ലീലം പറഞ്ഞാലും ഞാനിത് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കും. ഇത് മതപരമല്ല, ഇത് രാഷ്ട്രീയമാണ്. അദ്ദേഹം അവസാന ശ്വാസം വരെ അമേരിക്കക്കെതിരെ സാമ്രാജ്യത്വ വിരുദ്ധതയ്ക്കെതിരെ പോരാടിയ ധീരനായതുകൊണ്ടാണ്. ആരോടല്ലേ ഞാനിത് പറയുന്നത്? സംഘി എന്ന് പറയാൻ നാണിച്ച് എക്സ് മുസ്ലിം എന്നും എസൻസുകാർ എന്നും പറയുന്നവരോട് രാഷ്ട്രീയം പറഞ്ഞിട്ട് എന്ത് കാര്യം? അവർക്കത് മനസ്സിലാവോ? അവർക്ക് വെറുപ്പിന്റെ രാഷ്ട്രീയം മാത്രമേ മനസ്സിലാവൂ. സ്ത്രീകളെ അശ്ലീലം പറയാനും. എനിക്ക് അറിയാൻ പാടില്ലായിട്ട് ചോദിക്കുക, നീ ഒറ്റ ഡയലോഗ് വെച്ച് എത്ര കാലം ഫീൽഡിൽ പിടിച്ചേക്കും? ചില സോകോൾഡ് ലിബറലുകൾ അമറുന്നുണ്ട്. അയ്യോ, ഇറാനിലെ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം കിട്ടി, അമേരിക്കയ്ക്ക് നന്ദി, ഇനി സ്ത്രീകൾ ഇറാനിൽ സന്തോഷമായി ജീവിക്കട്ടെ എന്ന്. അമേരിക്കയും ഇസ്രായേലും ഇറാനിലെ സ്ത്രീകളെ മോചിപ്പിച്ചു എന്ന് വിശ്വസിക്കുന്നവർ സത്യത്തിൽ ഈ ലോകത്തുണ്ട്. അത്ഭുതം തോന്നുന്നു. അവരോടാണ് ഈ കഥയൊക്കെ പറഞ്ഞത് കേട്ടോ. മഹ്സാമിനിയുടെ ആത്മാവിന് നീതി വാങ്ങിക്കൊടുക്കുകയൊന്നുമല്ല അമേരിക്കയുടെ ലക്ഷ്യം. സാമ്രാജ്യത്വ അധിനിവേശമാണ് ഇപ്പോൾ നടക്കുന്നത്. നമ്മൾ സുനിതയുടെ മാത്രമല്ല, പല ആളുകൾ എന്നെ വിളിച്ചു പറഞ്ഞു, എന്നാലും എന്തിനാ അങ്ങനെയൊക്കെ പറയണത്, വളരെ മോശമല്ലേ? നമ്മളങ്ങനെ പറഞ്ഞുകൊണ്ടാണ് സുനിത വീഡിയോ ചെയ്തത്. നമ്മളത് പറഞ്ഞില്ല, സുനിത മാഡം പറഞ്ഞത് വളരെ തെറ്റായ ഒരു രീതിയാണ്, ഇങ്ങനെയൊക്കെ ചെയ്യാമോ? ഒന്നുമില്ലെങ്കിൽ ഇദ്ദേഹം ഒരുപാട് ആളുകളെ കൊന്നു തള്ളിയിട്ടുള്ളൊരു മനുഷ്യനല്ലേ, അങ്ങനെയുള്ള ഒരാളെ ഇങ്ങനെ നമ്മൾ പോരാളി എന്നൊക്കെ വിളിക്കുന്നത് ശരിയാണോ എന്ന് നമ്മളിപ്പോൾ ഞാൻ ഇന്നലെ ഇതുപോലെ പോസ്റ്റ് ഇട്ടെന്ന് വിചാരിക്കുക. സുനിത ഏതായാലും അത് മൈൻഡ് ചെയ്യില്ല. അതുകൊണ്ട് സുനിത അതെന്തേലും പറയട്ടെ, പാവം, അവനെന്തേലും പറയണം, അവന് ഇങ്ങനെ എന്തേലൊക്കെ പറഞ്ഞൊരു സുഖം കിട്ടും. അവനൊരു ഹാർപ്പിക് മുഹമ്മദ്, അവനൊന്നും മൈൻഡ് ചെയ്യണ്ട, ഇങ്ങനെയല്ലേ പോവുള്ളൂ. പക്ഷേ നമ്മളിങ്ങനെ ഇട്ടപ്പോൾ സുനിതയ്ക്ക് കൊണ്ടപ്പോൾ വീഡിയോ വന്നുകൊണ്ട് നമുക്ക് ബാക്കി പറയാൻ പറ്റി. അതല്ലേ ഉണ്ടായത്. ഇതിനാണ് അവനവൻ പാരാന്ന് പറയുന്നത്. മതപരമല്ല, സാമ്രാജ്യത്വ വിരുദ്ധ ബോധമാണ് ഇങ്ങനെ പറഞ്ഞത്. നമ്മൾ പറഞ്ഞല്ലോ, നമ്മൾ വീഡിയോ പോസ്റ്റൊക്കെ ഇട്ടപ്പോൾ സുനിതയ്ക്ക് അപ്പോൾ ആള് തപ്പിപ്പിടിച്ചുണ്ടാക്കിയ ഒരു കാരണമാണ്, മതമല്ല. അപ്പം ഞാൻ ഇതൊക്കെ പറയുന്ന മതമാണ്, സാമ്രാജ്യത്വ വിരുദ്ധം കൊണ്ടാണ് സുനിത പറയുന്നതെന്നാണ് പറഞ്ഞത്. സത്യത്തിൽ ഇതിൽ അടിമുടി മതമാണ്.
ആ മതം ഒരു സാമ്രാജ്യത്വ സ്വഭാവമുള്ള മതമാണ്. അതാണ് ഇവിടെ സുനിതയ്ക്ക് അറിയാതെ പോയത്. ഇതിലെങ്ങനെയാണ് അത് വന്നതെന്നുള്ളത് നമ്മളിവിടെ കണ്ടു. അപ്പോൾ സാമ്രാജ്യത്വ വിരുദ്ധത എന്ന് പറയുന്ന സാധനത്തിന്റെ ഒരു ഹിപ്പോക്രസി അതെങ്ങനെയാണ് നിലനിൽക്കുന്നത്, അത് ഏത് വിധേനയാണ് ഇവിടെ ഒളിച്ചു കടത്തുന്നത്, അതിലൂടെ എങ്ങനെയാണ് അവരുടെ ഈ കളിപ്പാവകളായിട്ട് മാറുന്നത്, വെറും ദേവദാസികളായി ദേവദാസ് കടലുകളായി മാറുന്നത് എങ്ങനെയാ എന്നുള്ളത് നമ്മളിവിടെ കണ്ടു. ഇത് മുസ്ലിം ബ്രദർഹുഡ് ഒക്കെ പറയുന്ന അതേ സ്റ്റേറ്റ്മെന്റ്സ്, അതല്ലെങ്കിൽ ഈ ഒപ്രസീവ് ആയിട്ടുള്ള ഇസ്ലാമിക് റെജീം എടുത്തു വെച്ച് പറയുന്ന അതേ സ്റ്റേറ്റ്മെന്റ്സ് അത് അതേപോലെ വിഴുങ്ങി ഛർദ്ദിക്കുന്ന ആളുകളായിട്ട് സുനിത ദേവദാസ് മാറുമ്പോൾ, ഇതറിയുന്ന വ്യക്തികൾ എന്നുള്ള നിലയ്ക്ക് നമുക്കിത് കാണുമ്പോൾ പറയും, അത് എന്താ പറയുക, ഇപ്പോൾ മർമ്മം പഠിച്ചവൻ എവിടെ നോക്കിയാലും മർമ്മം എന്ന് പറഞ്ഞ മാതിരിയാണ് നമ്മുടെ അവസ്ഥ. അത് ഈ ജിഹാദികളുടെ കൂടെ കുറേ നാൾ നമ്മൾ നടന്നതാണല്ലോ. അപ്പോൾ നമ്മൾ ഈ കൂട്ടിക്കൊടുപ്പ് ഉണ്ടായിരുന്നല്ലോ, ജിഹാദി കൂട്ടിക്കൊടുപ്പ്. അതുകൊണ്ട് ഒരു ജിഹാദി കൂട്ടിക്കൊടുപ്പ് നടത്തിയിരുന്ന ഒരു ദേവദാസ് ആയിരുന്നു ഞാൻ. അങ്ങനെ ആയതുകൊണ്ട് എനിക്ക് ഈ സാധനം കാണുമ്പോൾ മനസ്സിലാവും. അതാണ് നമ്മുടെ പ്രശ്നം. എന്ത് ചെയ്യാൻ പറ്റും? അത് എവിടുന്നാണ് വരുന്നത്? അത് മതത്തിൽ നിന്നാണ് വരുന്നത്. അതല്ലാതെ വേറെ എവിടുന്നേലും വരുന്ന സാധനമല്ല. പൈപ്പ് തിരിച്ചാൽ കിട്ടുന്ന സാധനമല്ല ജിഹാദ്. അത് വന്നത് കിതാബിൽ നിന്നാണ്. കിതാബിൽ എന്താ എഴുതി വെച്ചിരിക്കുന്നത്? ദീൻ മുഴുവൻ അള്ളാഹുവിനാവുന്നത് വരേക്കും ഇവിടെ ജിഹാദ് ചെയ്യുക എന്ന് പച്ചയ്ക്ക് എഴുതി വെച്ചാൽ അത് മതമാണ്. അത് പറയാൻ നമുക്ക് പറ്റും, അത് പറയാൻ സുനിതയ്ക്ക് പറ്റില്ല. കാരണം എന്താണ്? സുനിതയുടെ DNA-ലില്ല. അതാണ് പ്രശ്നം. അപ്പോൾ അതുകൊണ്ട് നമുക്കിത് പറയാൻ പറ്റുന്നു. അറിയാത്ത പുള്ള ചൊറിയും പറയും. ഇത് മനസ്സിലാക്കാതെ ഇവിടെ കിടന്നിട്ട് നമ്മളെ സംഗീ മങ്കി എന്ന് വിളിച്ചൊരു വല്ല കാര്യമുണ്ട്. പോട്ടെ. ഇനി ഏറ്റവും മിനിമം ഇത് മതമല്ല സാമ്രാജ്യത്വ വിരുദ്ധതയാണ് എന്ന് പറയുകയും നമ്മൾ ഇതിനെ എതിർക്കുന്നത് മതത്തിന്റെ പേരിലാണ്, സുനിത ഇതിനെ എതിർക്കുന്ന സാമ്രാജ്യത്വ വിരുദ്ധതയുടെ പേരിലാണ്, ഇതിൽ മതമില്ല എന്നും കൂടി പറയുമ്പോൾ, എന്നിട്ട് മഹസാമിനിയുടെ മുഖത്ത് നോക്കിയിട്ട് കാർക്കിച്ച് തുപ്പുകയും കൂടി ചെയ്യുമ്പോൾ സുനിതയ്ക്ക് മുന്നിൽ ഉള്ള തെളിവാണിത്. ആ രാജ്യത്തിൻ്റെ പേരിൽ തന്നെ കിടക്കുന്ന സാധനമാണ് ഇസ്ലാമിക് റിപ്പബ്ലിക്. അതിലവർ നടപ്പിലാക്കുന്നത് മത നിയമങ്ങൾ, ആ മതം ഇസ്ലാമാണ്. അത് തന്നെയാണ് ഇവിടുത്തെ വലിയ പ്രശ്നമായി മാറിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഞാൻ പറയുമ്പോൾ ഇത് ഇന്നൊന്നിലെ തുടങ്ങിയതല്ലല്ലോ. 40 വർഷമായിട്ട് അവിടെ നടക്കുന്ന, അതിൽ പരം വർഷമായിട്ട് അവിടെ നടക്കുന്ന കാര്യമാണ്. 1953 അമേരിക്ക ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോഴും അത് തന്നെയാണെന്നാണ് നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ 1921 കാക്കാമാർ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. 90s നമ്മളുടെ കാശ്മീരി പണ്ഡിറ്റുകളോട് ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് കാക്കാമാരൊന്നും അങ്ങനെയാണ് എന്ന് ഇവിടുത്തെ സംഘികൾ പറഞ്ഞാൽ നിങ്ങളത് അംഗീകരിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ എന്തിനാ വെറുതെ എടുത്താൽ പൊങ്ങാത്ത പരിപാടിക്ക് നിൽക്കുന്നത്? ഇതിൽ ഈ പറയുന്ന സൺ ഓഫ് ഡോഗ്സ് എന്നൊക്കെ വിളിച്ചത് ഡോട്ടർ ഓഫ് ഡോഗ്സ് എന്ന് വിളിച്ചാൽ ഒരു ഡോഗെങ്കിലും ആയാൽ മതിയായിരുന്നു. ഡോഗ്സ് എന്ന് വിളിക്കുന്നതായിരിക്കും നന്നാ. അപ്പോൾ അതുകൊണ്ട് ഈ എന്തിനാ ഈ പരിപാടിക്ക് നിൽക്കുന്നതെന്ന് എനിക്ക് ചോദിക്കാനുള്ളത്. എന്തായാലും ഞാൻ മര്യാദയ്ക്ക് വേറെ കത്തായിട്ട് പറഞ്ഞിട്ടുണ്ട്. സൗകര്യം ഉണ്ടെങ്കിൽ വീഡിയോ ചെയ്യുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. അറിയാത്ത കാര്യം വെറുതെ എഴുന്നള്ളിക്കാൻ നിൽക്കരുത്. പോയി പഠിച്ചിട്ട് ഒരുമാതിരി കോയമാരുടെ കൂടെ കൂടിയിട്ട് കോയമാരമാതിരി പഠിക്കാതെ വന്നിട്ട് ഇതേപോലെ തർക്കിക്കല്ലേ. ഇനി അത്രയ്ക്ക് ഉസറും പുളിയും ഉണ്ടെന്നുണ്ടെങ്കിൽ, അതാണല്ലോ ലിയാക്കത്ത് പറയുന്നത്, ഉസറും പുളിയുള്ള ആളാണ് സുനിത എന്നുണ്ടെങ്കിൽ എൻ്റെ കോളിംഗ് നമ്പറുണ്ട്, അതിൽ വിളിക്കുക. നമുക്കൊരു ദിവസം സംസാരിക്കാമല്ലോ. നമ്മളുടെ സാറ്റർഡേ ഞാൻ മുന്നേ പറഞ്ഞാണ്, അന്ന് വരൂല എന്നൊക്കെ പറഞ്ഞ് മുങ്ങിയതാണ്, പബ്ലിക് പോസ്റ്റ് ഇട്ടതാണ്. അതിന് ഞാനില്ല എന്ന് പറഞ്ഞത്. നിങ്ങൾക്ക് നിങ്ങൾ പറയുന്ന സാധനത്തിൽ ഒരു ധൈര്യമുണ്ട്, പറയുന്ന ആ ഫാക്ച്വലി കറക്റ്റാണ്, നിങ്ങൾക്ക് അതിനകത്ത് ഉറച്ചു നിൽക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തിനാണ് ഈ സംവാദങ്ങളിൽ നിന്ന് ഒളിച്ചോടുന്നതെന്നാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അതിന് ധൈര്യമുണ്ടെങ്കിൽ, ആ ഉറപ്പുണ്ടെന്നുണ്ടെങ്കിൽ, വിഷയങ്ങളിൽ നിങ്ങൾക്കൊരു ധാരണ ഉണ്ട്, അതിൽ നിങ്ങൾക്കൊരു കോൺഫിഡൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചർച്ചയ്ക്ക് വരൂ. നമ്മൾ യുദ്ധത്തിനൊന്നുമല്ലല്ലോ വിളിക്കണേ, ഡിബേറ്റും ഒന്നും വേണ്ട, നിങ്ങൾ ചർച്ചയ്ക്ക് വരിക. പറയാനുള്ള കാര്യങ്ങൾ പരസ്പരം സംസാരിക്കാൻ എന്തിനാണ് നിങ്ങൾ മടിക്കുന്നത്? ഇതാണ് നമ്മൾ ചോദിക്കുന്നത്. അപ്പോൾ അതിന് സാധിക്കുമെങ്കിൽ വരിക. ഇറ്റ്സ് എൻ ഓപ്പൺ ഇൻവിറ്റേഷൻ. എപ്പോൾ വേണമെങ്കിലും വരാം, വേദി വേണമെങ്കിൽ വരാം. അടുത്ത വർഷം ഞാൻ കാനഡയിൽ വരുന്നുണ്ട്, അവിടെ വെച്ച് വേണമെങ്കിൽ നമുക്ക് കാണാം. ഓക്കെ, ഏത് വേണമെങ്കിലും നമുക്ക് ആലോചിക്കാം. കാനഡയിലെ നമ്മുടെ എസൻസിൻ്റെ തന്നെ ആളുകളോട് നമുക്ക് ചോദിക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു വേദിയിൽ വെച്ച് ആരിഫ് ഹുസൈൻ വേഴ്സസ് സുനിത ദേവദാസ് ഒരു ചർച്ച അടിപൊളിയായിരിക്കില്ലേ? നമുക്കൊന്ന് ചെയ്ത് പൊട്ടന്റെ മുമ്പിൽ ശങ്കൂതണമാതിരി ഞാൻ ഈ കാര്യം പറയാൻ തുടങ്ങിയത് വർഷം കുറയായി. പക്ഷേ ആവേശം കൊണ്ട് ഓരോന്ന് വിളിച്ചു പറയും തടിയേടാക്കണ്ട, പണിയെടുക്കാതെ ജീവിക്കാൻ നോക്ക്. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.